കർത്താവിൻ്റെ ദാസൻ എൻ്റെ ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന് ഇത്രത്തോളം കൊണ്ടുവരുവാൻ വളരെ അധ്വാനിച്ചു. ഇതിന്റെ പുറകിൽ നല്ല സമയം ചെലവിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കാൻ കർത്താവിൻ്റെ ദാസനെ ബലപ്പെടുത്തി തോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. യേശുവിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി വന്ദനം അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് ദൈവത്തിന്റെ വചനത്തെ നമുക്ക് കേൾപ്പാൻ വളരെ വാഞ്ചയോടെ ദൈവത്തിനായിരിക്കുന്നല്ലോ. സന്തോഷമുള്ള ദൈവം കർത്താവിനെ സ്തുതിച്ചാട്ടെ. നിങ്ങളുടെ സന്തോഷം പോയോ? പ്രൈസ് ദി ലോർഡ്. ഫുഡിന്റെ കാര്യം പറഞ്ഞ കുഞ്ഞൻ പാസ്റ്ററാണ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ട് നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. നിങ്ങളുടെ ക്ഷീണങ്ങളൊക്കെ മാറും. ദൈവം അതനുസരിച്ച് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ കുഞ്ഞൻ പാസ്റ്റർ നമുക്ക് പിടിച്ചു നിർത്താൻ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് സന്തോഷത്തിൽ ഉറച്ചു കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസനിലൂടെ നമുക്ക് ദൈവത്തിന്റെ വചനം കേൾക്കാൻ പോവുകയാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സുജിത് അബ്രഹാമിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷം യൂത്തിന് വേണ്ടി കർത്താവിന്റെ ദാസനെ ക്ഷണിപ്പാനിടയായി തീർന്നു. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവിന്റെ ദാസൻ ശുശ്രൂഷ ചെയ്യുവാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അപ്പോൾ തന്നെ ഒരു സെഷൻ നമ്മളോട് സംസാരിക്കാനിടയായി തീർന്നു. അന്നത്തെ ദൈവദാസന്റെ പ്രസംഗം മെസ്സേജ് ഇന്നും മറക്കാതെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. 10 കുഷ്ഠരോഗികളുടെ കഥ പറഞ്ഞ് ആ ദൈവദാസൻ നമ്മളോട് വ്യക്തിപരമായി ദൈവത്തിന്റെ ആലോചന നമ്മെ അറിയിക്കുവാനിടയായി തീർന്നു. അന്ന് ദൈവദാസൻ ഒറ്റയ്ക്കാണ് കടന്നു വന്നത്. എന്നാൽ ഈ പ്രാവശ്യം കുടുംബമായിട്ടാണ് നമ്മൾ മധ്യേ കടന്നു വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അന്ന് കുടുംബം ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ വർഷം കർത്താവിന്റെ ദാസൻ കുടുംബസ്ഥനാകുവാൻ ദൈവം ഭാഗ്യം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഈ വൈകിയ സമയം കർത്താവിന്റെ ദാസൻ ദൈവത്തിന്റെ ആലോചനയാൽ ദൈവത്തിന്റെ ദൂതാൽ കർത്താവിന്റെ ദാസൻ നമ്മുടെ മധ്യത്തിൽ എഴുന്നേൽക്കാൻ പോവുകയാണ്. ദൈവമക്കൾ പ്രാർത്ഥനയോടെ ആയിരിക്കും. കർത്താവിന്റെ ദാസനെ കൈകളെ അടിച്ച് ഒരു നിമിഷം സാധനം ചെയ്താണ്. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവഭാഗത്തേക്ക് നടന്നുകൊണ്ട് അനേക ആത്മാക്കളെ നേടിക്കൊണ്ടിരിക്കുന്നു. ആ ആന്റിയുമായിട്ട് ഇന്ന് നമുക്ക് ആന്റിയുടെ അനുഭവങ്ങളും ആന്റിയുടെ പ്രത്യേക ദൈവഭാഗത്ത് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എങ്ങനെയെന്ന് നമുക്ക് പങ്കുവയ്ക്കാം. ആന്റി, ഈ ദൈവിക ഭാഗത്തേക്ക് ഈ ദൈവത്തെ അറിയുവാൻ ഈ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അപ്പൊ ഈ ദൈവത്തെ അറിയുവാൻ ആന്റിക്ക് എങ്ങനെയാണ് സഹായിച്ചത്? ഞാൻ ചെറുപ്പം മുതലേ ദൈവത്തെ അറിഞ്ഞ് ഓർത്തഡോക്സ് യാക്കോബായിൽ വളർന്നു വന്നപ്പോൾ മുതലേ ദൈവത്തെ അറിഞ്ഞാണ് വന്നത്. അന്ന് യേശു ക്രൂശിന്മേൽ കിടക്കുന്നതും ഉള്ള അനുഭവങ്ങളും ദർശനങ്ങളൊക്കെ കാണാറുണ്ട്. നോയമ്പുകൾ 50 നോയമ്പുകളും എല്ലാം നോക്കും. കൈപ്പിതിയിൽ കുടിക്കും, മുട്ടുകുത്തും, മണർകാട്ടുപള്ളി ഞങ്ങളുടെ അമ്മച്ചി ഞങ്ങളെ കൊണ്ടുപോകും. അങ്ങനെ നല്ല ഭക്തിയിലാണ് ഞങ്ങൾ യാക്കോബായി. നമ്മൾ ഭക്തി തന്നെയാണ് വളർന്നു വന്നത്. എന്നാൽ 6ാം ക്ലാസ്സിലെ പഠിത്തത്തിന്റെ അവസാന സമയം ഞാൻ ഇങ്ങനെ വഴിയെ നടന്നു പോകുമ്പോൾ അന്ന് വരെ ഡാൻസിൽ സ്പോർട്സിന് ഒക്കെ ഉയർന്നു വരുന്ന സന്ദർഭമായിരുന്നു. എപ്പോഴും ഒരു ഡാൻസുകാരി എന്ന് പറയുന്നതൊക്കെയായിരുന്നു എനിക്കിഷ്ടം. അങ്ങനെ സ്പോർട്സിലും ഗെയിംസിലൊക്കെ നല്ല ഫസ്റ്റ് സമ്മാനങ്ങളൊക്കെ മേടിക്കും, സ്കൂളിലും പഠിക്കും. അങ്ങനെ പോകുന്ന കാലയളവിൽ വഴിയിൽ വെച്ച് ദൈവം എന്നോടൊരു ചോദ്യം ചോദിച്ചു, നീ എൻ്റെ പൈതലായി ജീവിക്കുമോ? അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ നിന്റെ പൈതലായിട്ടാണ് ജീവിക്കുന്നത്. കന്യാമറിയാമിനെയും പുണ്യവാളന്മാരെയൊക്കെ ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് വിളിക്കുന്നു, അത്ര ഭക്തിയിൽ മുന്നോട്ട് പോകുന്നു, ഇനി എങ്ങനെ? അപ്പൊ എന്നോട് കർത്താവ് പറഞ്ഞു, ഞാനാണ് വാതിൽ, എന്നിൽ കൂടി കടക്കാത്തവൻ കള്ളന് കവർച്ചക്കാരൻ. അപ്പൊ ഞാൻ ദൈവത്തോട് അന്നേരം തന്നെ ചോദിച്ചു, ഞാൻ പിന്നെ ജനലിൽ കൂടിയാണ് കിടക്കുന്നത്. അപ്പം കർത്താവ് എന്നോട് പറഞ്ഞു, നീ നിനക്ക് വേണ്ടി രക്തം ഊറ്റി തന്ന യേശു, അപ്പൊ യേശു ഞാൻ വിളിക്കണ്ടേ. പക്ഷെ ഇപ്പോൾ നീ വിളിക്കുന്നത് യേശുവിന്റെ അമ്മയാണ്. മരിച്ചവരും മൗനതയിൽ ഇരിക്കുന്നവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. അന്ന് എനിക്ക് ഇങ്ങനെയുള്ള വചനങ്ങളൊന്നും എവിടാന്നൊന്നും അറിയത്തില്ല. എങ്കിൽ ഈ വാചകങ്ങളൊക്കെ കർത്താവ് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ഞാൻ മഠത്തിലമ്മ ആയിക്കോണം, കത്തോലിക്കരുടെ മഠത്തിലമ്മയെ പോലെ. ഞാൻ ഓർത്തഡോക്സ് യാക്കോബക്കാരെ. ഞങ്ങളുടെ കുടുംബമായിട്ട് തന്നെ എല്ലാവരും, ഞങ്ങളുടെ വീട്ടിൽ 2 പേര് അച്ഛന്മാരായിട്ടുണ്ട്. അങ്ങനെ അച്ഛന്മാരൊക്കെ ഉള്ള കുടുംബം, ചേട്ടത്തിനും മക്കളും ഒക്കെ അങ്ങനെയുള്ള ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ വരുന്നത്. അപ്പൊ എനിക്ക് ഞങ്ങളുടെ ദേശത്ത് ഒരു ബന്ധുക്കോസുകാരൊന്നും ഇല്ല, പ്രാർത്ഥനക്കാരും ഇല്ല. പക്ഷെ ദൈവം എന്നെ ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് വരുത്തുവാൻ ഇടയായത് ഈ ഒരു ചോദ്യമാണ്. അപ്പോൾ തന്നെ എന്നോട് അന്ന് തന്നെ ദൈവം പറഞ്ഞു,
ഇന്ന് നമ്മുടെ മുമ്പിൽ നമുക്ക് ദൈവം ഇന്ന് ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസനാണുള്ളത്. അദ്ദേഹം മഹാരാഷ്ട്രയിൽ ബോംബെയിൽ ശക്തമായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് പരിചയപ്പെടുവാൻ നമുക്ക് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ലോകത്ത് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷകനായി പോകുവാൻ ഇന്ന് വിവിധ രാജ്യങ്ങളിലും മറ്റും വളരെ ശക്തമായി ഈ ദേവദാസൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നമുക്ക് അടുത്തൊന്ന് പരിചയപ്പെടാം. നമ്മുടെ ആത്മീയ വർധനവിനും നമുക്ക് ഒരുപടി കൂടി സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ അടുത്തേക്ക് അടുക്കുവാനുള്ള മാർഗമായി ഇന്നത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ദേവദാസിനെ പരിചയപ്പെടുത്തുന്നു. ദേവദാസിനെ കുറിച്ച് നമ്മൾ പ്രേക്ഷകർക്ക് അറിയണമെന്ന് താല്പര്യമുണ്ട്. ദേവദാസൻ യേശുവിനെ അറിയുന്നതിന് മുമ്പ് കഴിഞ്ഞ 53 കൊല്ലമായി ഈ പുസ്തകം താത്തുവെക്കാതെ യാത്ര ചെയ്യാൻ ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അവസാനത്തെ സെല്ലിന് ജീവൻ പോകുന്നവരെ ഈ വചനം ഈ ശുശ്രൂഷ ചെയ്ത് അവസാനിക്കും. ഈ 53 വർഷത്തിനിടയിൽ എന്നെ കൊല്ലാൻ എൻ്റെ ജീവിതത്തിന് വെല്ലുവിളിയായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ടായി. പുറത്ത് നോക്കിയാൽ അവരിൽ 90% ആളുകളെ മരിച്ചു. ഞാനിപ്പോഴും ജീവിച്ചിരിക്കുക. കൊല്ലാമെന്നവരും തിന്നാമെന്നവരും ഉപദ്രവിക്കാൻ വന്നവരൊന്നും ലോകത്തിലില്ല. ബാക്കിയുള്ളവരെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച് എന്നോട് കൂടെ ദൈവദാസന്മാരെ. ആമേൻ. യേശു പറഞ്ഞു, ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്നു. Because I live, you also live. ഞാൻ ജീവിക്കുന്നുണ്ട്. ആമേൻ. നമുക്കുള്ള പ്രത്യേകത നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. മുമ്പ് പാടിയല്ലോ, മറ്റെല്ലാ ദേവന്മാരെക്കാളുമുള്ള പ്രത്യേകത നമ്മുടെ കർത്താവ് മാത്രമേ ജീവിക്കുന്നു. What day is today? നിങ്ങൾ പറ, what day is today? Sunday. Lord's Day. Amen. നമ്മളെല്ലാം പറയും സൺഡേ. നോ, Lord's Day. Not my day nor your day, but today is the day of the Lord. Amen. നാല് ദിവസമാണ് കർത്താവിന്റെ ദിവസമാണ്. പുറത്തോളം പ്രയോറിറ്റി ദൈവത്തെ ആരാധിക്കുക. ദൂതന്മാർക്ക് ഒരു ചോയ്സും ഇല്ല. 2 ചിറകുകൊണ്ട് മുഖം മൂടി, 2 ചിറകുകൊണ്ട് പാദം മൂടി, 2 ചിറകുകൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. എത്ര കൊല്ലമായി, എത്ര കോടി വർഷമായി അവർക്ക് വല്ല ചോദിച്ചുണ്ടോ? നമ്മളോ വി ആർ സ്പോയിൽഡ് അല്ലേ? ദൈവം നമ്മളെ സ്നേഹിച്ചു. ദൂതന്മാർക്ക് ദൈവസ്നേഹം അറിയാവോ? ഒന്നും അറിയത്തില്ല. They are created with the precious stones. പ്രത്യേക ജീവികളാണ്. അവർക്ക് ദൈവത്തിന്റെ മഹത്വം അറിഞ്ഞുകൂടാ, ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞുകൂടാ. നമ്മളതിലായിരുന്നു പാപത്തിന്റെ പടുകുഴിയിൽ.
ആഴമേറിയ കുഴിയിൽ കുഴഞ്ഞ ചേറ്റിൽ ആശയറ്റ് കിടന്ന നമ്മളെ തേടി നല്ല ഇടയൻ വന്ന് രക്ഷിച്ചു. നമ്മളെ വലിച്ചു കയറ്റി, നമ്മുടെ പാവക്കരകൾ കഴുകി, നമ്മുടെ കാലുകളെ പറവയിൽ നിർത്തി, നമ്മുടെ വായിൽ പുതിയൊരു പാട്ട് തന്നു. ദൈവത്തിന് സ്തുതി തന്നെ. ആമേൻ. ഹല്ലേലൂയ. സഹോദരന്മാരെ, നിങ്ങളെന്നാൽ പണത്തേക്കാൾ, വരുമാനത്തേക്കാൾ, ജോലിയേക്കാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യനായ യോഹന്നാനെ വിളിച്ച് ചോദിച്ചു, യോഹന്നാനെ, നീ ഇവയേക്കാൾ അധികമായി എന്നെ? നിങ്ങളോടൊക്കെ ദൈവം ചോദിക്കുന്ന ചോദ്യം അതാ. ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് വായിക്കാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ. നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ ഇത് ദൈവത്തിന്റെ വചനമാണ്. ഇതെല്ലാവരുടെയും ഹൃദയത്തിന്റെ പലകമേൽ എഴുതണം. മൈക്കിനകത്തൂടെ പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പൗലോസ് ഗലാത്യ വിശ്വാസി ഞങ്ങളോട് കൂടെ സഹായിച്ചല്ലോ കർത്താവേ. 2011 കർത്താവേ നിന്റെ ദാസൻ ഇവിടേക്ക് കടന്നു വന്ന കർത്താവേ, ഇത്രത്തോളം നീ ഞങ്ങളോട് കൂടെ ആയിരിക്കാൻ കർത്താവേ, നീ അവനെ അനുഗ്രഹിച്ചു, ഞങ്ങളെ അനുഗ്രഹിച്ചു, നന്മകളാൽ നിറച്ചു, കൃപയാൽ നിറച്ചു കർത്താവേ. എല്ലാ പഠിപ്പിലും എല്ലാ കാര്യങ്ങളിലും കർത്താവെ, ജോലിയിലും എല്ലാം കർത്താവിന്റെ സാന്നിധ്യം കൃപയും അവനോടൊപ്പം ഉണ്ടായതിനാൽ സ്തുതിക്കുന്ന കർത്താവെ. ഇപ്പോൾ പ്രിയവരനെ കർത്താവിന്റെ കരൾ വീണ്ടും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. ദേശത്തെ ചെല്ലുന്നിടത്തെല്ലാം കർത്താവെ നിന്റെ വലിയ സാക്ഷിയായി എഴുന്നേൽക്കുവാൻ കർത്താവെ അവിടുന്ന് കൃപയിൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശം ലോകമൊട്ടാകെയും കടന്നുപോയി നിന്റെ സുവിശേഷം അറിയിക്കുന്ന കർത്താവെ, വലിയ കർത്താവെ അവിടുത്തെ വലിയൊരു പാത്രമായി കർത്താവെ നിന്റെ പേരിനെ കരങ്ങളെടുത്ത് പോയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയാസപ്പെടുവാനോ ഒരിടത്ത് സഹായിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ശരീരങ്ങളെ ഇടത്തെല്ലാം ദൈവനാമത്തിൽ എടുക്കുവാൻ സഹായിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ഭാവിയെ അനുഗ്രഹിക്കും ഭാവി എത്രയും വേഗം ഭാവിയെ മാനിക്കണം സഹായിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ഹിതം മാത്രം പേരിൽ കൂടെ നിറവേറപ്പെടുന്ന ഭാവിയെ തിരിച്ച് ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഭവനത്തിന് കൂടെ നമ്മെ അനേകരെ സന്ദർശിക്കുന്നതിന് കാരണമായി തീരുവാൻ ദൈവസ്ഥനെ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ കാര്യങ്ങളും ഈ പ്രിയമുള്ള ഉദാഹരണം നീട്ടിയാൽ പരിശുദ്ധ പിതാവേ, ഈ പ്രിയ കുടുംബത്തെ ദൈവസഭയ്ക്ക് തന്നതിനായി നന്ദിയോട് സ്തോത്രം. ഈ പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ ദൈവം കൊടുത്ത പ്രയാസനത്തിനായി സ്തോത്രം.
കർത്താവേ വെൽക്കം ഹോളി ഫയർ എന്നുള്ളതായ അതേ ആ പ്രോഗ്രാം തുടങ്ങുവാന്റെ ഗവണം ദൈവം നിന്റെ മക്കൾക്ക് കൊടുത്ത നല്ല രേഖയായി കൃപയ്ക്കായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ മക്കളെ ഇന്ന് അതിരാവിലെ സമയത്ത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവസഭയായി ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വെബ്സൈറ്റിൽ കൂടി അനേകം യേശുവിനെ അറിയട്ടെ, അനേകം മുറിവുകൾ കെട്ടപ്പെടട്ടെ, അനേകം തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ പണിയപ്പെടട്ടെ. കർത്താവേ നീ അത് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അറിയാതെ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ നാനാഭാഗത്ത് അനേകരുള്ള പ്രോഗ്രാം വാച്ച് ചെയ്യട്ടെ, അനേകരുള്ള പ്രോഗ്രാമിൽ കൂടെ യേശുവിനെ അറിയുവാനാകും. ദൈവം അതങ്ങനെ തന്നെ ചെയ്താൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കും. കരം പിടിച്ചു വഴി നടത്തണം, നിത്യതയോടെ വഴി നടത്തണം. ഒരിക്കൽ കൂടെ പിതൃ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ഞങ്ങൾ ഇവരെയും ക്രിസ്തുവിൽ ഇവർ ചെയ്യുന്ന സകല പ്രവർത്തനങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. കൃപ കൂടെ നടത്തണം, സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങളിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കും.